ഇന്ന് നമുക്ക് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആവശ്യമായ സാധനങ്ങൾ മൈദയും റവയും പാലും ഏത്തപ്പഴവും ശർക്കരയും ഏലക്കയുമാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവ, 3/4 കപ്പ് മൈദ, 1.5 കപ്പ് തന്നെ പാല്, 2 അധികം പഴുക്കാത്ത ഏത്തപ്പഴം, മധുരത്തിന് ആവശ്യമായ ശർക്കര. റവയും പാലും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അടിച്ചെടുക്കുക. അരച്ചെടുത്ത റവയിലോട്ട് 3/4 കപ്പ് മൈദയും ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാവുന്നതാണ്. ഈ അരച്ചെടുത്ത കൂട്ടിലേക്ക് ശർക്കര പാനി നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. കാര്യം ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ നമ്മൾ ചേർക്കുന്നതല്ല. അതിനുശേഷം ഇത് 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ റെസ്റ്റിന് വിടണം. അതിനുശേഷം തേങ്ങാക്കൊത്ത് കൂടി നെയ്യിൽ വറുത്ത് ചൂടോടുകൂടി തന്നെ ഈ കൂട്ടിലോട്ട് ചേർത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഉണ്ണിയപ്പം ചുടുന്നതിന് വേണ്ടി എണ്ണയിലോട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്തതിന് ശേഷം വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ. പാലും ഏത്തപ്പഴവും ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയപ്പം ഇല്ലാമാവില്ല. 4 ദിവസം ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഉണ്ണിയപ്പം വെളിയിൽ ഇരിക്കുന്നതുമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്.